ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ഇന്ത്യക്കാർ ഉടൻ ടെഹ്റാൻ വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഏതുതരം വിസ എന്നത് പരിഗണിക്കാതെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ടെഹ്റാനിലെ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടാണ് ഈ നിർദ്ദേശം. സജു തോമസ് വിവരങ്ങൾ നൽകുന്നു. സജു, ടെഹ്റാനിലും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലാകെ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ടെഹ്റാനിൽ ഇനിയും തങ്ങുന്നത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഇന്ത്യക്കാരോട് പെട്ടെന്ന് മടങ്ങാനുള്ള നിർദ്ദേശം? ഈ പെട്ടെന്ന് മടങ്ങാൻ വേണ്ടി വല്ല സംവിധാനവും സർക്കാർ ഒരുക്കുന്നുണ്ടോ? നൗഫൽ, അതായത് ഈ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെയും പറഞ്ഞിട്ട് പിന്നാലെയാണ് ടെഹ്റാനിലുള്ള ഇന്ത്യക്കാരോട് ഉടൻ തന്നെ മടങ്ങണമെന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അവരുടെ വിസ ഏതെന്ന് പരിഗണിക്കാതെ തന്നെ ഉടൻ തന്നെ, അതായത് ഈ വിസിറ്റിംഗ് വിസയിൽ പോയവർ കാണും, വിദ്യാഭ്യാസമായിട്ടുള്ള വിസകൾ കാണാം, അത്തരത്തിലുള്ള വിസകൾ ഏതാണെന്ന് പരിഗണിക്കാതെ തന്നെ ഉടൻ തന്നെ വിടണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ഒരു ആക്രമണ ഭീഷണി ഈ ടെഹ്റാൻ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദേശികൾ, അതായത് മറ്റു രാജ്യക്കാർ ഇന്ത്യക്കാരെ പിന്തുടരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. പക്ഷേ ഇവരെങ്ങനെ ഈ സ്ഥലം വിടണം എന്നതിനെ പറ്റി യാതൊരു വിശദീകരണം നൽകിയിട്ടില്ല. എന്തായാലും മുൻപ് തന്നെ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ഉടൻ തന്നെ മാറണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ ആക്രമണത്തിൽ വലിയ നാശനഷ്ടമാണ് ഈ ടെഹ്റാൻ അടക്കമുള്ള മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അടിയന്തരമായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.